ഇന്ന് രാവിലെ സമയത്ത് നമ്മുടെ മധ്യ പാസ്റ്റർ തോമസ് മില്ലത്തിനുണ്ട്. നമ്മളോട് ദൈവദിനത്തെയും കൂടെ സംസാരിക്കുന്നതാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നതായ ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഇപ്രകാരം ദൈവത്തിലായിരിക്കുവാൻ, കർത്താവിന്റെ പൊന്നുമുഖത്തെ നോക്കുവാൻ ദൈവം ഒരുക്കിയതായ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നത് സ്തുതിക്കുന്നു. രാവിലെ ദൈവത്തിന്റെ ശക്തമായ ആലോചനകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. നമ്മുടെ മോർണിംഗ് മന്ന നമുക്ക് ധാരാളമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. സ്തോത്രം. കർത്താവിന്റെ ദാസന്മാരുടെയും ശക്തമായ ആലോചന നമുക്ക് കേൾക്കുവാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കിയല്ലോ. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ രാവിലെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കഷ്ടതകളുടെ പരീക്ഷകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കുവാൻ വേണ്ടിയല്ല, നമ്മുടെ ജീവിതത്തിന്റെ വേളകളിൽ നമ്മളെ കൂടുതൽ കരുത്തുറ്റവരാക്കി മാറ്റുവാൻ വേണ്ടി, നമ്മളെ കൂടുതൽ ശക്തരാക്കി മാറ്റുവാൻ വേണ്ടി, ദൈവീയ പദ്ധതിക്ക് വേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്ത് എടുക്കുകയാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ, കേൾക്കുവാൻ ഇടയായി തീർന്നുവല്ലോ. സ്തോത്രം. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ പ്രയറിന്റെ നെറ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു തക്ക സമയത്ത് സ്തോത്രം അതിന്റെ ഫലം കാണുവാൻ ഇടയായി. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥനയുടെ ആ പുതപ്പ് അല്ലെങ്കിൽ പ്രാർത്ഥനയുടേതായ നെറ്റ് എറിഞ്ഞതായ എത്രയോ വിഷയങ്ങൾ നമുക്ക് അതിന്റെ മറുപടി കാണുവാൻ തക്കവണ്ണം ഇടയായി. കർത്താവിന്റെ ദാസൽ കൂടെ നമ്മൾ അനേകം ആളുകൾ കേൾക്കുവാനിടയായിരുന്നു. സ്തോത്രം. നമുക്ക് രാത്രികാലങ്ങളിലൊക്കെയും അതുപോലെ പകൽക്കാലങ്ങളിലൊക്കെയും ദൈവസ്ഥ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം. നമ്മുടെ മധ്യയുള്ളതായ ഓരോരുത്തരെയും യോഗ ലീഡ് ചെയ്യുന്നവര്, അതുപോലെ പ്രസംഗിക്കുന്നവര് തുടങ്ങി എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പിന്നെ വൈദ്യുശൂഷ കഴിഞ്ഞതിന് ശേഷമായിട്ട് സ്തോത്രം യോഗം തുടർന്ന് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ദേവകുടിച്ചാല് അദ്ദേഹത്തെ എനിക്ക് ദൈവനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഭാഗ്യമുണ്ടായി. ഇങ്ങനെ ഒരുമിച്ച് ശുശ്രൂഷിക്കും എന്നുള്ളതായ ഒരു ചിന്ത മനസ്സിലായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ ദൈവനെ സംസാരിക്കുമ്പോൾ അതിനകത്തുള്ളതായ കുറവുകളെ തീർത്തുകൊണ്ട് വളരെ ഭംഗിയായി ആ കാര്യം കൺക്ലൂഡ് ചെയ്യുന്നു. വളരെ എനിക്ക് ദൈവത്തിൽ സന്തോഷമുണ്ട്. കർത്താവ് ദാസനെ കർത്താവ് തുടർന്ന് ബലപ്പെടുത്തുമാറാകട്ടെ. തുടർന്ന് അതിനുശേഷമായി യോഗം നീണ്ടായ കർത്താവിന്റെ ദാസി ഹുഷനുള്ള കർത്താവിന്റെ ദാസിയും വളരെ എനിക്ക് പലരുടെയും പേരുകൾ എനിക്ക് അറിയില്ല, അവരുടെ പേരുകൾ മാത്രമേ അറിയുള്ളൂ. രാവിലെ ദൈവത്തിന്റെ വചനം വായിച്ച് സഹായിക്കുന്നതായ പ്രിയ ദൈവമക്കളെ ഓർത്ത് പ്രിയ ആന്റിമാരെയും സഹോദരിമാരെയും എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലങ്ങളിലൊക്കെ അവരുടെ ശബ്ദം വീണ്ടും കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നല്ല ഒരു ആത്മീയ അനുഭവത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കിയതായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് അതിനുവേണ്ടി അഭിഷേകം ചെയ്ത് അനേകരെ അപ്രകാരം ഇങ്ങനെ ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമാക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വചനത്തിലെ കടക്കുന്നതിന് മുമ്പായി കർത്താവിന്റെ ദാസൻ പറഞ്ഞുവല്ലോ, നമുക്ക് ദിവസങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുവാൻ താല്പര്യപ്പെടുന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുന്നു. തീർച്ചയായും ഇപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ ദൈവദാസന്മാർ ഓർമ്മിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ തീർച്ചയായും ചില കാര്യങ്ങൾ ദൈവത്തിനുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെയും ഉപവാസത്തോടും കൂടെ നമുക്ക് ആയിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകണം. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പായി വളരെ മനോഹരമായ ഒരു ദർശനം കാണുവാൻ ഇടയായി. മനോഹരമെന്ന് പറയാൻ തക്കവണ്ണം നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ കാത്തിരിപ്പും ഒക്കെയും അതായത് ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്ന ഇങ്ങനെയാണ്. രാത്രി ഞാൻ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ ശരീരത്തിന്റെ ആക്ച്വലി വളരെ ശക്തമായ ഒരു മാഗ്നറ്റിക് ഒരു ഫീൽഡിനകത്ത് നമ്മൾ പെട്ടതുപോലെ ശക്തമായി ശരീരത്തിന്റെ ഓരോ സെല്ലുകൾ ഇങ്ങനെ ആകർഷിക്കുന്നുണ്ടാകും. എന്തോ ഇങ്ങനെ മാഗ്നറ്റ് വെച്ച് പിടിച്ചെടുക്കുന്ന പോലെയുള്ള ശക്തമായ ഒരു പവർ എന്റെ ശരീരത്തിലേക്ക് വരുവാൻ സ്വപ്നമാണിത്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജസ്റ്റ് വളരെ വേഗം ഈ ശക്തിയുടെ മനസ്സിൽ ഇതിലേക്ക് വരുന്നു. ഉടൻ തന്നെ ഞാൻ അങ്ങ് എടുക്കപ്പെട്ടു. മുകളിൽ പെട്ടെന്ന് വളരെ വേഗം ഉയരത്തിലേക്ക് ഉയർന്നു പോവുകയാണ്. അങ്ങനെ ഉയർന്നു പോകുന്ന ആ സമയത്ത് ഞാൻ ഉടനെ എന്റെ മനസ്സിൽ പറഞ്ഞ വാക്ക് വളരെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞിരിക്കുകയാണ്, ഓ ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. പാത്രം കഴുകുന്നവരോടൊന്ന് പറയാമോ?
അതൊന്ന് ചെയ്യാമോ? ദയവ് ചെയ്ത് പിന്നെ ഇത് കേൾക്കുന്നവര് ദയവായി നിങ്ങളുടെ ഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്ത് നല്ലതായിരിക്കും. താങ്ക് യു. പ്രത്യേകിച്ച് അവിടെ എന്തോ പാത്രം മറ്റോ എടുക്കണം. താങ്ക് യു. അപ്പോൾ രാവിലെ ഇങ്ങനെ ഇത് പെട്ടെന്ന് വളരെ മാഗ്നറ്റിക് ഫോഴ്സ് പോലെ എൻ്റെ അടുത്ത് ഉണ്ടാകുന്നു. ഞാൻ വിചാരിച്ചു എന്തായിരിക്കും സംഭവിക്കാൻ പോലെ. പക്ഷെ പെട്ടെന്ന് ഉയരത്തിലേക്ക് അങ്ങ് എടുക്കപ്പെടുക, വളരെ വേഗം ഉയരത്തിലേക്ക് അങ്ങ് പോവുക. പോയതിനു ശേഷമായിട്ട് അപ്പോൾ ഞാൻ പറയുന്ന വാക്കാണ് ഇങ്ങനെ പറഞ്ഞ കാര്യം. ഓ ഇറ്റ്സ് ഫൈനലി ഹാപ്പനിങ്, ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. അവസാനം ഇത് സംഭവിക്കുകയാണ്. കാരണം കർത്താവിന്റെ ആ വരവാണ് ഞാൻ നോക്കുന്നതായ സമയത്ത് ഒരു വളരെ ശക്തമായ നിലയിൽ ഉയരത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. വളരെ വേഗം ഞാൻ ചിന്തിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അനേകരെ ദർശനങ്ങൾ കൂടെയും വചനത്തിൽ കൂടെയും ഒക്കെയും ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തന്റെ വാഗ്ദത്തം മറന്നിട്ടില്ല. കർത്താവിന്റെ വരവിന്റെ കാലച്ചകൾ അല്ലെങ്കിൽ അത് ഏറ്റവും സമീപമായി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ളതായ ഒരു ഇവിടെ അമേരിക്ക ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷമായിട്ട് ഒരു 6-7 തവണ വളരെ വ്യക്തമായിട്ട് ഇതേപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ പല ഭാഗങ്ങൾ പല പിന്നെ പ്രദേശങ്ങൾ കാണിക്കാൻ ഇടയായിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് ബോംബെയിൽ പോയതായ സമയത്ത് മഹാരാഷ്ട്രയിലായിരിക്കുമ്പോൾ അവിടെയും കർത്താവ് ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയി ഞങ്ങൾ പോകാൻ പോകുന്നതായ സ്ഥലത്ത് മിനിസ്ട്രിക്ക് പോകുന്നതായ ആ പ്രദേശത്തെല്ലാം ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാണിക്കുന്നതായ രംഗങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു ശക്തമായ ഒരു അനുഭവം ജീവിതത്തിൽ, അങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് കർത്താവ് എടുക്കപ്പെടുന്ന ഒരു അനുഭവം ഞാൻ കാണുവാൻ കൊണ്ട് ഇവിടെയായി തീർന്നത്. എനിവേ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ആത്മ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ പറയുന്ന കാര്യം കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് തീർച്ചയായും നമ്മൾ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായ ദൈവജനത്തിനായി സ്തോത്രം. നമുക്ക് ഒരു ദിവസത്തിൽ പ്രാർത്ഥിക്കാം. ഇവിടെ പ്രത്യാശയോടെ നാഥനായ കർത്താവ് ഈ ദിവസങ്ങളിൽ ഒന്നിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാമെന്ന്. ഇന്ന് രാത്രിയിലെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 8-ാം വാക്യം വായിക്കും. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി പെരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവസ്ഥൻ ആകുന്നു. 11 വരെ വായിച്ചു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യം ഒക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും. നമ്മളിവിടെ വായിച്ചതായ ഈ ഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്നതായ ഒരു ലേഖനമാണ്. 1-ാമത്തെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. 1-ാമത്തെ ലേഖനത്തിൽ ക്ലോയയുടെ ആൾക്കാര് സഭയിലുള്ളതായ ഭിന്നതയെ കുറിച്ച്, സഭയിലുള്ളതായ ചില ധാർമ്മിക പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പൗലോസിനെ എഴുതി അറിയിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മറുപടിയായിട്ട് നൽകുന്നതായ പല കാര്യങ്ങൾ കാണാൻ കഴിയും. എന്നാൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ കാര്യഗൗരവമായ പല വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അതില് 8-ാമത്തെ അധ്യായം ആദ്യം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഇങ്ങനെയാണ്: സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അന്നേരം മക്കദോന്യ സഭയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, ഈ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിലേക്ക് തിരിച്ചു വരാം. എന്നാൽ അതിനുശേഷമായി മക്കദോന്യ സഭക്കാരുടെ ഒരു പ്രവൃത്തി, അവർ ചെയ്തായ പ്രവൃത്തി എന്ന് പറയുന്നത് അവരുടെ ധർമ്മശേഖരത്തിൽ അല്ലെങ്കിൽ യെരുശലേമിലെ സഭയെ സഹായിക്കേണ്ടതായ ഒരു ഘട്ടം വന്നപ്പോൾ ഈ മക്കദോന്യയിലുള്ളതായ സഭ ഈ കാര്യത്തിൽ വളരെയധികം സഹായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് ഇവരോട് പറയുന്നതായ ചില കാര്യം, ആ സാമ്പത്തികമായ കളക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതിനോട് ചേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ചത്. 8-ാമത്തെ അധ്യായം: നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ
ദൈവം ശക്തനാണ്. ദൈവം ശക്തനാണ്. ഗോഡ് ഈസ് എബിൾ. എന്തിനാണ് ദൈവം ശക്തനാകുന്നത്? അതാണ് നമ്മൾ വായിച്ചത്. സകലത്തിലും എല്ലാ മേഖലയിലും എന്തായിത്തീരണം? എല്ലാ മേഖലയിലും അത് എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി തീരണം. പൂർണ്ണ തൃപ്തിയുള്ളവരായി. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു മേഖല മാത്രമല്ല, എല്ലാ മേഖലയിലും എന്ത് ചെയ്യണം? അതോടെ പറയുന്നത് സകല സൽപ്രവൃത്തിയിലും പെരുകുമാറ് സകല കൃപയും പെരുക്കുവാൻ എന്നായിരിക്കും. അത് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ശക്തനാണ്. സ്തോത്രം. അപ്പോൾ കൊരിന്തിലുള്ളതായ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ സഭയ്ക്ക് കുറെ നല്ല കാര്യങ്ങൾ അവിടെയുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. 7-ാമത്തെ വാക്യം വായിച്ച് 2 കൊരിന്ത്യർ 8-ന്റെ 7 വാക്യം. 2 കൊരിന്ത്യർ 8-ന്റെ 7. അങ്ങനെ തീർത്തും ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്ന പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവീൻ. ഇവിടെ പറയുകയാണ്, കൊരിന്ത്യരെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ അവരെ എടുത്ത് പൗലോസ് പറയുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്ന പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവീൻ. അപ്പോൾ എടുത്തു പറയാൻ കഴിയാവുന്ന ഇത്രയധികം നന്നായി ഈ സഭയെക്കുറിച്ച് പൗലോസിന് അഭിമാനത്തോടെ പറയാൻ കഴിയാവുന്ന ചില കാര്യങ്ങൾ, ചില ഈ സംഗതികൾ അദ്ദേഹം എടുത്തു പറയുകയാണ്. അവരുടെ വിശ്വാസം അതിനെ പ്രശംസനീയമാണ്. അവരുടെ വചനത്തിനുള്ളതായ അവരുടെ അറിവ്, അവരുടെ പരിജ്ഞാനത്തോടെയുള്ളതായ പ്രവർത്തനങ്ങൾ, അവരുടെ പൂർണ്ണ ജാഗ്രത എന്ന് പറഞ്ഞാൽ ദുരുപദേശങ്ങളൊന്നും സഭയിലേക്ക് കടക്കാതെ വണ്ണം അവയെ ശരിയായ നിലയിൽ പഠിച്ച് സഭയ്ക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകി സഭയെ ശക്തീകരിക്കുന്ന കാര്യത്തിൽ അവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്നവർ വളരെ പൂർണ്ണ ജാഗ്രതയുള്ളവരാണ്. അത് മാത്രമല്ല, ഈ അപ്പോസ്തലന്മാരോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിലും എടുത്തു പറയുന്നുണ്ട്. ഇവരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത്. ഇതെല്ലാം മുന്തിയിരിക്കുകയാണ്. അത്രയൊക്കെ നമ്മളെ കുറിച്ച് പറയാൻ തക്കോണം കഴിയും. നമ്മളെ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ സഭയെ കുറിച്ച് പറയുമ്പോൾ ആ സഭയുടെ ഒരു വിസിറ്റ് ചെയ്യുന്ന ഒരു ദേവദാസൻ അല്ലെ കുറച്ചോടെ അടുത്തറിയാവുന്ന ഒരു ദേവദാസൻ പറയുകയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എത്രയോ ശ്രേഷ്ഠമാണ്. പക്ഷെ അതിൽ എടുത്തൊരു കാര്യം പറയുകയാണ്, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ധർമ്മകാര്യത്തിലും മുന്തി വരുവീൻ. അന്നേരം ഇവരെ എല്ലാ കാര്യത്തിലും സകലത്തിലും ഇവരാരായിട്ടില്ല. സകല കാര്യങ്ങളിലും സകല സൽപ്രവൃത്തിയിലും ഇവർ മുന്തി വന്നിട്ടില്ല. ഒരു കാര്യം ലാക്ക് ചെയ്യുന്നു. കാരണം യെരുശലേമിലുള്ളതായ സഭയ്ക്ക് മക്കെദോന്യയിലുള്ളതായ സഭ ഔദാര്യമായി സഹായിച്ചതുപോലെ ഇവിടെയുള്ള സഭയ്ക്ക് ഒരു മേഖലയിൽ എന്തുണ്ട്? കുറവുണ്ട്. കാര്യം സാമ്പത്തികമാകുന്ന കാര്യങ്ങൾ കൊരിന്തിലെ സഭ വേണ്ട നിലകളിൽ ദൈവസഭയെ സഹായിക്കുന്നില്ല എന്നുള്ളതായ ഒരു വിഷയം ഇവിടെ പൗലോസ് ഇവിടെ എടുത്തു പറയുന്നതായി നമുക്ക് കാണാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ചില മേഖലകളിൽ നമുക്ക് കുറവുണ്ടായിരിക്കാം. ഞാൻ ICPSന്റെ സ്റ്റാഫ് വർക്കറായിട്ട് ആലപ്പുഴ വർക്ക് ചെയ്യുന്ന സമയത്ത് 94-ലാണ്, അന്ന് 12 വയസ്സായിരിക്കുള്ളൂ. ആ സമയത്ത് ഡി ജോഷുവ സാർ ICPSന്റെ നേതൃത്വത്തിലുള്ളതായ ഒരു ദേവദാസനാണ്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന ദേവദാസനാണ്. വളരെ ശാന്തനും സൗമ്യനുമായ ഒരു ദേവദാസൻ. അദ്ദേഹം ഒരിക്കല് ഞങ്ങൾ ആലപ്പുഴയില് അദ്ദേഹം വന്നു. 10-22 വയസ്സ് മാത്രമേ നമുക്കുള്ളൂ. അതിന് ആ പ്രായത്തിൻ്റെതായ ചെറുപ്പമുണ്ട്. അന്നേരം അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ICPSന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു. പറഞ്ഞു കൊടുത്തതിന് ശേഷം ഉടനെ അദ്ദേഹം പതുക്കെ എന്റെ പേഴ്സണലായി 1-2 കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഞാൻ അന്നേരം ഒരു ഷർട്ടൊക്കെ ഇട്ടിരിക്കും. അതുപോലെ നല്ല ചെക്ക് ഷർട്ടായിരിക്കും. ആ സ്ട്രൈപ്സൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനോട് ചേർന്ന് ആ പാൻറ്റും ഒക്കെ നന്നായിരിക്കും. അപ്പൊ ആ പോക്കറ്റിലേക്ക് ഇരിക്കുന്ന ആ പേന ഒക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇല്ലേ? വളരെ നന്നായിരിക്കും. പക്ഷെ എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ആ പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ അനുഗ്രഹമായി. നോക്കുക,
എന്ന നിലയിൽ അദ്ദേഹം ആ കാര്യം അവതരിപ്പിച്ച് ഇന്നും ഞാനത് ഓർക്കുന്നുണ്ട്. എനിക്ക് ബാക്കി ഈ കാര്യങ്ങളെല്ലാം പറയാം. പ്രാർത്ഥനയുടെ കുറവുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് വന്നതായിട്ട്. പക്ഷേ അതെപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ പലപ്പോഴും പല മേഖലകളിലും നമ്മൾ കുറവുള്ളവരാണ്. ആ കുറവുള്ളതായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തരുന്നത്. എന്നാൽ ഈ സഭയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തുള്ളവരായിരിക്കണം? പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കണം. എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ള. അതെങ്ങനെയാകാൻ പറ്റും? 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അതായത് അങ്ങനെ ഇല്ലാത്തവർക്ക്, അതെടുത്ത് പറഞ്ഞു, അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വാരി വിതറി കൊടുക്കാൻ കർത്താവ് ശക്തനാണ്. വാരി വിതറി കൊടുക്കാൻ കർത്താവ് ശക്തനാണ്. അവന്റെ കലവറയിൽ ഒന്നിനും കുറവില്ല, അവന്റെ സന്നിധിയിൽ ഒന്നിനും മുട്ടുമില്ല. അതുകൊണ്ട് കൊടുക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവനായ ഒരു പിതാവാണ് ഈ കർത്താവ്. പറയുകയാണ്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, അവന്റെ സന്നിധിയിൽ നമ്മൾ ആഗ്രഹത്തോടെയും താല്പര്യത്തോടെയും ഏതൊക്കെ മേഖലയിൽ നമ്മുടെ കുറവുകൾ തീർത്തു തരണമോ ആ കുറവുകളെ ഇവിടെ പറയുന്നത് വാരി വിതറി തരാൻ വേണ്ടി അവൻ ശക്തനാണ്. ആ കാര്യത്തിൽ അവന്റെ നീതി എന്താണ്? എന്നേക്കും നിലനിൽക്കുന്ന ആണ് എന്ന് എടുത്തുകൂടെ പറയുക. ഒരു പ്രവചന ഭാഗത്തിൽ എടുത്തിരിക്കുന്ന ഭാഗമാണ്, അതിലേക്ക് പോകുന്നില്ല. 10-ാം വാക്യം, എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിതച്ചോ, നിങ്ങൾ വിതയ്ക്കുന്ന വിത ഞാൻ നിങ്ങൾക്ക് തരാം, തിരിച്ചു തരാം. വിത മാത്രമല്ല തരാനുള്ളത്, ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം എന്താണ്? ഞങ്ങൾ നോർത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുജറാത്തിലുള്ളതായ സരീനാഥിന്റെ കൂടെ അനേക ദൈവദാസന്മാരുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു പാറ്റ് ഈ സുവിശേഷീകരണത്തിനകത്ത് ഒരു വ്യത്യസ്തമായ നിലയിലാണ്, കുറച്ചും കൂടെ ഒരു നിലവാരം പുലർത്തുന്നതായ ഒരു ശുശ്രൂഷയും രീതിയാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ രീതി. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരിക്കൽ ബൈബിൾ സ്കൂളിൽ ഒരിക്കലൊരു മീറ്റിങ്ങിന് അദ്ദേഹം കടന്നുപോയി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കരയുന്ന ശബ്ദം കേട്ടു. ഏങ്ങി മോങ്ങി കരയുന്ന ശബ്ദം കേട്ടു. അവസാനമായി കർത്താവിന് സുവിശേഷകർക്ക് വേണ്ടി സമർപ്പിക്കുവാൻ താല്പര്യമുള്ള ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കരഞ്ഞ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് മുമ്പോട്ട് വന്നു. അവിടെ വേറെ 2-3 പേരുണ്ടായിരുന്നു. വളരെ ഡീപ്പായിട്ട് അവൻ കരയുന്നു. ചോദിച്ചു, എന്തിനാ കരയുന്നേ? പറഞ്ഞു, എനിക്ക് സുവിശേഷ വേല ചെയ്യണം, എനിക്ക് എന്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണം, അതാണ് എന്റെ ആഗ്രഹം. ഈ വചനം കേട്ടപ്പോൾ എനിക്ക് വളരെ ശക്തമായ ആത്മഭാരം എനിക്കുണ്ടായി. യേശുദാസൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷവും ഈ ചെറുപ്പക്കാരൻ, അവന് 10-20 വയസ്സുകളും കാണും, അവൻ പാസ്റ്ററോട് പറഞ്ഞു, പോകാൻ നേരം ഇങ്ങനെ പാസ്റ്ററിനടുത്ത് വിട്ടുമാറുന്നില്ല. പാസ്റ്റർ ചോദിച്ചു, എന്ത് പറ്റി? കാര്യം ചെയ്യും, പാസ്റ്ററോട് പറഞ്ഞതിന് ശേഷം ഇനി അടുത്ത സ്കൂൾ ഇയർ ആരംഭിക്കുമ്പോ വാ. ഈ സഹോദരന്റെ പേര് വൻരാജ് എന്നാണ്. ഞാൻ വൻരാജ് ഒരു കാര്യം ചെയ്യും, പാസ്റ്ററോട് പറഞ്ഞ് പാസ്റ്റർ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരും, ഞാൻ പാസ്റ്ററോട് സംസാരിച്ചോളാം. വൻരാജ് പിന്നെയും വിടുന്നില്ല. വൻരാജ് പറയും, പാസ്റ്റർ ഞാൻ വരിക, പാസ്റ്ററിന്റെ കൂടെ എന്നെ കൊണ്ടുപോകണം, എനിക്ക് വചനം പഠിക്കണം. പാസ്റ്ററിന്റെ അതാ ഞാൻ പറഞ്ഞു, പാസ്റ്ററിന്റെ രീതി ആ ഒരു രീതിയാണ്. ഒരു കാര്യം ചെയ്യും, നിനക്കുള്ള പെട്ടിയോ സാധനമോ എന്ന് വെച്ച് എടുക്കാൻ പറഞ്ഞു. അതെടുത്തുകൊണ്ട് പോയി ബൈബിൾ സ്കൂളിൽ കൊണ്ടുപോയി പഠിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ വളരെ ഉത്സാഹത്തോടെ ആ സഹോദരൻ അവിടെ പഠിക്കുകയും ചെയ്തു. ആ പഠനം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചു. ഒരു ഗ്രാമത്തിൽ വിട്ടു, അവിടെ ശുശ്രൂഷ ശരിയായില്ല. അടുത്ത ഗ്രാമത്തിൽ മാറ്റി നോക്കി, അവിടെ ശരിയായില്ല. ഒരു പ്രാവശ്യം പാസ്റ്റർ സന്ദർശിച്ചപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് ആരും രക്ഷയിലേക്ക് ആരും വരുന്നില്ല, എനിക്ക് വളരെ വിഷമമുണ്ട്. ആ സഹോദരൻ കരയുക. ദൈവദാസൻ ചോദിച്ചു, പാസ്റ്ററിന് വൻരാജ് ബ്രദറിന് എന്താ അറിയാവുന്നത്?
നേരത്തെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അന്നേരം പറഞ്ഞു, ഞാനൊരു ബാർബറാണ്, നാട്ടുകാരൊക്കെ മുടിയേറ്റ് വെട്ടി അതിന് കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു കാര്യം ചെയ്തു, അദ്ദേഹം അടുത്ത സ്റ്റോറിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ആ ഒരു ബാർബറിന് വേണ്ട സാധനം വാങ്ങി, അതായത് കത്തിയും അതിന്റെ ഷേവിങ് സെറ്റും അതിന് ബാക്കിയുള്ള കണ്ണാടിയും വാങ്ങി കൊടുത്തു. ഈ സമയം ആയപ്പോഴേക്കും സഹോദരൻ വിവാഹം കഴിച്ചിരുന്നു. ചിലർ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, ഈ പണി ചെയ്താൽ മതി. നിങ്ങൾ ഓരോ ഗ്രാമത്തിൽ ചെല്ലുക, ആൾക്കാർക്ക് സൗജന്യമായി മുടി വെട്ടുക, അങ്ങനെ മുടി വെട്ടി കൊടുക്കുന്ന സമയത്ത് സുവിശേഷം പറയുക, അങ്ങനെ കർത്താവിലേക്ക് നയിക്കുന്നത്. ഇവൻ പറഞ്ഞു, പാസ്റ്റർ നമ്മൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ശേഷം പഴയ പണിക്ക് പോകാൻ പാടില്ല എന്നൊക്കെ അല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞത് പഴയ പണിയൊന്നുമല്ല, ഇത് എപ്പോഴുള്ള പണിയാണിത്, ഒരു കുഴപ്പമില്ല, എന്തിനു വേണ്ടി. പക്ഷെ വൻരാജ് പാസ്റ്റർ അതുപോലെ തന്നെ ചെയ്തു. ഒരു ഗ്രാമത്തിലേക്ക് ചെന്നു, ആർക്കെങ്കിലും സൗജന്യമായി മുടി വെട്ടാണെന്ന് ചോദിച്ചു. ആൾക്കാർ പലരും വരാൻ തുടങ്ങി. മുടി വെട്ടുന്ന സമയത്ത് ഇങ്ങനെ പതുക്കെ സുവിശേഷം പറയാൻ തുടങ്ങും. സുവിശേഷം പറയാൻ തുടങ്ങി അവസാനം മുടി വെട്ടി അവസാനത്തെ സൈഡ് വടിക്കുന്ന സമയമാകുമ്പോഴേക്കും ക്രൂശീകരണത്തിലേക്ക് വരും. ക്രൂശീകരണത്തിലേക്ക് വന്നതിന് ശേഷം ഉടനെ ഉയർപ്പിന്റെ കാര്യവും പറഞ്ഞ് ഈ മുടിവെട്ട് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ, മുടിവെട്ട് കഴിയുമ്പോഴേക്ക് ഈ പുള്ളിക്കാരോട് ചോദ്യം ചെയ്ത, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ അതിനൊക്കെ ഒരുക്കമാണോ? ആണ്. സ്തോത്രം. ദൈവമക്കളെ, ചുരുക്കം പറയട്ടെ, ആ സഹോദരൻ ഇന്ന് മിഷന്റെ ഒരു ലീഡറാണ്. ഏതാണ്ട് 18 ഗ്രാമങ്ങളിൽ ഹല്ലേലൂയ സഭകൾ സ്ഥാപിച്ചു. ചുരുങ്ങിയ ചില സമയങ്ങൾ കൊണ്ട് തന്നെ പല ഗ്രാമങ്ങളിൽ തന്നെ ആ കാലത്ത് തന്നെ സഭകൾ സ്ഥാപിച്ചു. എന്താണ് ചെയ്യാൻ തക്കവണ്ണം കാരണം? ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഫീൽഡിൽ എന്താ വേണമായിരുന്നു? ഒരു അഡ്വൈസ് വേണമായിരുന്നു. കർത്താവിന്റെ ദാസൻ ആ സമയത്ത് എന്ത് ചെയ്തു? നൽകി. ആ സഹോദരന് ദേശത്തേത് അവസാനം പുള്ളിക്കാരുടെ ആൾക്കാർ വിളിക്കുന്ന പേര് ബാർബർ പാസ്റ്റർ. ഭാര്യ മുമ്പിൽ വന്ന് കണ്ണാടിയും പിടിച്ചുകൊണ്ട് നിൽക്കും. ഈ വൻരാജ് പാസ്റ്റർ മുടി വെട്ടി കൊടുക്കും. 100 കണക്കിന് ആൾക്കാരെയാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നത്. ഈ ചെറുപ്പക്കാരൻ വളരെ അസ്വസ്ഥൻ തോന്നിയതായി ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ കർത്താവ് അവനെ മാറ്റി. ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായിട്ട് ഒരു കത്തിയും പിടിച്ചുകൊണ്ട്, ഒരു കണ്ണാടിയും പിടിച്ചുകൊണ്ട്, ഷേവിംഗ് സെറ്റുമായിട്ട് നടന്ന് അനേകരെ കർത്താവിന് വേണ്ടി നേടുവാനിടയാക്കി. ഞാൻ പറഞ്ഞു വന്നത്, അവന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം, മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷമം, ഒരു നൊമ്പരം, എനിക്ക് എന്റെ കർത്താവിന് വേണ്ടി ചെയ്യണം. പക്ഷെ എന്നാൽ ചെയ്യാൻ നോക്കിയ മേഖലയിൽ പറ്റിയില്ല. പക്ഷെ ദൈവം അവനെ ഉപയോഗിക്കുവാൻ തയ്യാറാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ മിഷണറി അനുഭവം, ഞാൻ വൻരാജ് പാസ്റ്ററെ ഞാൻ കാണാറുണ്ട്. ഈ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ ആയിട്ട് സംസാരിക്കാറില്ലെങ്കിലും അദ്ദേഹം ഗുജറാത്തി ഭാഷയാണ് കൂടുതൽ സംസാരിക്കുന്നത്, ഹിന്ദി അറിയാമെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മിഷന്റെ ലീഡറായിട്ട് പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് കുറവെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായാൽ നമുക്കുള്ള ചെറുതിനെ ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുവാൻ തക്കവണ്ണം തയ്യാറായാൽ അതിനെ വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഇവിടെ പറയുന്നത്, നിങ്ങൾ വിതയ്ക്കുന്ന വിത്ത്, ആ വിത്തിനുള്ള ഞാൻ നിങ്ങൾക്ക് തരാം. ആ വിത്ത് മാത്രമല്ല, ആഹാരത്തിനുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം. അത് മാത്രമല്ല, എന്താ പറയുന്നത്, നീതിയുടെ സമൃദ്ധി ഞാൻ നിങ്ങൾക്ക് തരാം. ഇതിന്റെ അവസാനം 14ാം വാക്യം, ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും. നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആയി മാറും. ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹോളിസ്റ്റിക് ആകമാനമുള്ളതായ ജീവിതത്തിന്റെ ഒരു മേഖലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. കർത്താവ് ഒരുപക്ഷെ നമ്മുടെ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിലും നമ്മൾ താല്പര്യപ്പെടുന്നതായിരിക്കാം. നമ്മളെ നോക്കിയാൽ മതി. ശരിക്കും നമ്മളെ ഒന്ന് പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് കുറവുള്ളതെന്ന് തിരിച്ചറിയാനിടയായിരിക്കും. കർത്താവ് തന്നെ തന്റെ അടുക്കൽ വന്ന ഒരു യുവപ്രമാണിയോട് പറഞ്ഞ കാര്യം എന്തായിരിക്കും? അവൻ വചനവും കൽപ്പനയും എല്ലാം കൃത്യമായിട്ട് ന്യായപ്രമാണം എല്ലാം അനുസരിക്കുന്നു. പക്ഷെ അവന്റെ ഒരു കുറവുണ്ട്. എന്താണ് അവന്റെ കുറവ്? അവൻ സമ്പന്നനാണ്. ഈ കാര്യം കർത്താവ് പറഞ്ഞൊരു കാര്യം ലീവ്, അത് വിടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാര്യം ഓക്കെയാണ്. പക്ഷെ അവൻ സമ്പന്നനാകൊണ്ട് എന്ത് ചെയ്തു? അവൻ ദുഃഖത്തോടെ അവൻ വിട്ടുപോകുവാൻ ഇടയായിത്തു. നമ്മുടെ ജീവിതത്തെയും കർത്താവ് പണിയാൻ ആഗ്രഹിക്കുന്ന സമയത്ത്
പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ചില മേഖലകളിലൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് വാട്ട് യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ്, ഞാൻ എന്താണ് അതിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് മാതാപിതാക്കളായിരിക്കുന്ന ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആരാണ്? ആക്ച്വലി അവരുടെ മക്കൾ തന്നെയാണ്. അവരുടെ കുഞ്ഞുങ്ങളിലാണ് അവർ ആക്ച്വലി എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിന് വേണ്ടിയാണ്. നമുക്കറിയാം നമ്മുടെ ആരോഗ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന അവർക്ക് വേണ്ടിയാണ്. നമ്മുടെ ധനം ഇൻവെസ്റ്റ് ചെയ്യുന്ന അവർക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? സ്തോത്രം, അവർക്കൊരു വലിയ ഭാവി ഉണ്ടായി കാണുവാൻ വേണ്ടി, അവർ ഉന്നതമായ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ വേണ്ടിയാണ് നമുക്കുള്ളതൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള ഫലം എന്ത് ചെയ്യും? കാണാൻ തക്കോണം ഇടയായിത്തീരും. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാം. ദൈവരാജ്യത്തിന് വേണ്ടി എന്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ സമ്പന്നരായി മാറണമെങ്കിൽ സകലത്തിലും സകല സൽപ്രവർത്തിയിലും പെരുകി വരുവാൻ തക്കവണ്ണം, നമ്മളെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. ഈ സേബിൾ ഏത് മേഖലയിലും ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം ആരാണ്? ദൈവം ശക്തനാണ്. പക്ഷെ എന്താണ് നമ്മുടെ ഭാഗത്ത് ദൈവം പ്രതീക്ഷിക്കുന്നത്? എന്താണ് ആക്ച്വലി? വ്യത. അവിടെ പറയുന്നത് ദാരിദ്ര്യം ഉണ്ടെന്നുള്ള അവസ്ഥ മനസ്സിലാക്കി അതിന് വിതയ്ക്കാൻ തയ്യാറായി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവം ആ വ്യതയെ അങ്ങ് പൊലിപ്പിക്കാൻ തുടങ്ങി. ആ വ്യതയെ എന്ത് ചെയ്യും? പൊലിപ്പിക്കാൻ തക്കവണ്ണം തുടങ്ങി. നമ്മുടെ സഭയുടെ അന്തരീക്ഷങ്ങളിലും ഒക്കെ നമ്മൾ പലരെയും മാതൃകയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പല വ്യക്തികളുണ്ട്. അവർ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എറണാകുളത്ത് രാവിലെ 1-2 കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ തീർന്നു. നെക്സ്റ്റ് ഇതിനെ കുറിച്ച് പറയാനുണ്ട്. ഞങ്ങളുടെ പട്ടാഴി സഭയില് മാതൃസഭ പട്ടാഴി സഭയിൽ ഉണ്ടായിരുന്ന ഒരു ജോർജാനുണ്ട്. ആ ജോർജാന് വളരെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകള് മരിച്ചുപോയി ഉയർത്തതിന്റെ പിന്നെ വീണ്ടും ജീവിച്ച കഥയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ജോർജാന്റെ ഒരു ശീലമുണ്ട്. അദ്ദേഹം തന്റെ മക്കളെയും വിളിച്ചുകൊണ്ട്, അദ്ദേഹം പ്രധാനമായും മൂത്തൊരു മകൻ ആ സമയത്തുണ്ട്, അവനെയും വിളിച്ചുകൊണ്ട് രാവിലെ വെളുപ്പിനെ ഒരു 5 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് ഈ പിന്നെ കുളപ്പാറ എന്നൊക്കെ പറയാം, അങ്ങോട്ട് പറയുന്ന വലിയ തോട്ടമൊക്കെ ഉണ്ട്. വലിയ പാറയുടെ മേളിൽ ഈ റബ്ബർ തോട്ടം മൊത്തം, മയിലാടുംപാറ മുഴുവൻ റബ്ബർ തോട്ടമാണ്. ഇതിന്റെ മേളിൽ ആക്ച്വലി വലിയ പാറയുടെ മുകളിൽ പോകുന്നതിന് ശേഷം ഉടനെ 5 മണിക്കൊക്കെ വാക്യം വിളിച്ചു പറയും. അന്നേരം ആ മകൻ ഇന്ന് പിന്നെ ചെറുവക്കല് ജോൺസൺ ഡാൻ പാസ്റ്ററിന്റെ സെന്ററിൽ തന്നെയാണ്. ഇപ്പൊ നിലമേൽ എന്ന് പറയുന്ന സെന്റർ പാസ്റ്ററൊക്കെയാണ്. ഈ തോമസ് കുട്ടി അതിന്റെ പേര്. വളരെ പ്രയാസമാണ്. രാവിലെ അപ്പച്ചൻ്റെ കൂടെ എഴുന്നേറ്റ് പോകുന്ന കാര്യമൊക്കെ വലിയ പ്രയാസമാണ്. പക്ഷേ എന്തിനാ ഈ രാവിലെ പോയതിനു ശേഷം ചുമ്മാതെ പോയി ഈ റബ്ബർ തോട്ടത്തിന്റെ മേളിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി വിളിച്ചു പറയുന്നു? അവിടെ വീട് പോലും ഇല്ല. അതായത് വീട് പോലും ഇല്ല. എന്നാൽ ദൈവമക്കളെ പറയട്ടെ, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വിശ്വാസി സഭയിൽ വന്നു കഴിഞ്ഞപ്പോൾ, എങ്ങനെയാണ് നിങ്ങൾ സഭയിൽ വരാൻ തക്കവണ്ണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം പറയുകയാണ്, അവിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹം പറയുകയാണ്, വേറെ ഒന്നും കേട്ടില്ല, അന്ന് റബ്ബർ വെട്ടാൻ വേണ്ടി രാവിലെ പോകുന്ന സമയത്ത് ഈ അപ്പത്തിന് മോനോട് അവിടെ ഒന്ന് വിളിച്ചു പറയും. അന്നേരം അദ്ദേഹം പറയുകയാണ്, അന്നേരം ഈ വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്, ഇവർക്ക് വേറെ ഒരു ജോലിയില്ല, രാവിലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ ഉള്ള സമയത്ത് ഇവിടെ വന്ന് അന്തരീക്ഷത്തിൽ വന്ന് വിളിച്ചു പറയും. പക്ഷെ ഇങ്ങനെ പലവട്ടം ഇങ്ങനെ വിളിച്ചു പറഞ്ഞതായ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പിന്നെ പറയുന്ന സമയം പലരും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുന്ന പല വാക്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതെന്റെ ജീവിതത്തിൽ വലിയ ചിന്തയുണ്ടാക്കി. പക്ഷെ എന്നാൽ ആ സമയങ്ങളിലൊന്നും എനിക്ക് ദൈവത്തെ കുറിച്ച് അത്രയും അടുപ്പമോ അറ്റാച്ച്മെന്റോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഒരു വല്ലാത്തൊരു വേളയിൽ, ജീവിതത്തിന്റെ പ്രയാസ വേള വന്നു കഴിഞ്ഞപ്പോൾ അന്ന് കേട്ട വചനങ്ങൾ എന്റെ ഉള്ളിൽ വീണ്ടും പൊന്തി വരാൻ തുടങ്ങി. അങ്ങനെ പൊന്തി വന്ന വചനങ്ങൾ മുഖാന്തരമാണ് ഞാൻ ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നു. നോക്കുക, അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ആരാണെന്ന് അറിഞ്ഞിരുന്നില്ല. പക്ഷെ എന്നാൽ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ പ്രിയ പിതാവിനെയും മകനെയും ഉത്സാഹിപ്പിച്ചു. അവര് പോയി വിതച്ചതിന്റെ മറുപടി എവിടെയാണ് ലഭിച്ചത്? ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വന്നു. ആ വിതച്ച അനുഭവത്തിന്റെ റിസൾട്ട് ലഭിച്ച കാര്യം സഭയിൽ പ്രസ്താവിച്ചപ്പോൾ അത് കേട്ട് പലരിലും എന്തുണ്ടായി തീർന്നു? അവരിലും ആവേശം ഉണ്ടായി തീർന്നു. നമ്മൾ ചെയ്യുന്നതായ പ്രവർത്തികൾക്ക് എന്തോ ഉണ്ട്, തീർച്ചയായിട്ടും മറുപടി ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരും പ്രവർത്തിക്കാൻ തുടങ്ങി.
അപ്പോൾ ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ ചേർന്ന് 2-3 വാക്യങ്ങളോട് നമുക്ക് ചേർന്ന് നമുക്ക് വായിക്കാമല്ലോ. സ്തോത്രം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനം 13:18 വാക്യം വായിച്ചു. എബ്രായ ലേഖനം 13:18. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷിയുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഇവിടെ പറയുകയാണ് സകലത്തിലും നല്ലവരായി നടക്കുവാൻ തക്കവണ്ണം, സകലത്തിലും നല്ലവരായി നടക്കുവാൻ തക്കവണ്ണം. ഇനി വേറൊരു വാക്യം 1 കൊരിന്ത്യർ 15 സ്തോത്രം വാക്യമല്ല, 1 കൊരിന്ത്യർ 5:1-5 മുതൽ 7 വരെ. 1 കൊരിന്ത്യർ 5:1-5 മുതൽ 7 വരെ. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. അതാണ് പാസ്റ്ററെ. അതെ ശരിയാ. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്ന പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത കാത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്ന പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. നോക്കുക, സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നോക്കുക, ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെ എന്ന് പറയുന്നത്? ക്രിസ്തുവിന്റെ സാക്ഷ്യം നമ്മൾ ഉറപ്പാണ്. പക്ഷെ എന്നാൽ വചനത്തിലും അതേപോലെ തന്നെ സകലത്തിലും, വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി മാറുമ്പോൾ എന്ത് ചെയ്യുന്നു? കൃപാവരങ്ങളിൽ കുറവില്ലാത്തവരായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. കൃപാവരങ്ങൾക്ക് ഒന്നിനും കുറവില്ലാത്തവരായി തീരുന്നത് എങ്ങനെയാണ്? സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി മാറുമ്പോൾ അത് നമ്മളെ എവിടേക്ക് കൊണ്ടുപോവുകയാണ്? ഒരു കൃപാവരത്തിനും കുറവില്ലാത്തതായ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. കർത്താവ് നമ്മളിലും ആഗ്രഹിക്കുന്നതും അത് തന്നെ. നമ്മളിലുള്ളതായ ഏറ്റവും വെരി ബെസ്റ്റ് പുറത്തെടുക്കാൻ വേണ്ടി ഇന്ന് രാവിലെ നമ്മൾ കേട്ടതായ വചനം പോലെ, രാവിലെ കർത്താവിന്റെ ആസിൽ കൂടെ കേട്ടതായ വചനം പോലെ, ഓരോ പരീക്ഷകളും ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി നമ്മളെ തട്ടി ഉണർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? സ്തോത്രം. മറഞ്ഞു കിടക്കുന്നതായ ഒരു സ്കില്ല്, മറഞ്ഞു കിടക്കുന്നതായ ഒരു അനുഭവം എന്ത് ചെയ്യണം? ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പുറത്ത് കൊണ്ടുവരുവാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. പക്ഷെ പുറത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയായി നമ്മുടെ ജീവിതത്തിൽ ആക്ച്വലി വി നീഡ് ടു സ്റ്റാർട്ട് ആറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതാണ് പറയുന്നത്. ഏറ്റവും മെസ്സേജിന്റെ മുഴുവനുള്ള കാര്യം ഇതാണ്. ഇവിടെ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് പൗലോസ് വിഷയം പറയുന്നുവെങ്കിലും അതിന്റെ തൊട്ട് താഴെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ എന്താണ്? എല്ലാത്തിലും സകല ഏറിയകളിലും നമ്മുടെ ജീവിതത്തിൽ എന്തായി മാറണം? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്രകാരം സമ്പന്നരായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. സകല സൽപ്രവൃത്തിയിലും സമ്പന്നരായി മാറുവാൻ തക്കവണ്ണം ഇടയാകണം. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു വിതയുണ്ട്. സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തോത്രം ഒരു വിതയ്ക്കുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥന കർത്താവദാസ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്റെ മാതാവ് അന്ന് പ്രാർത്ഥിച്ചതായ ഒരു പ്രാർത്ഥന കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു കർത്താവിന്റെ ദാസന് ഇതേ സെയിം സാക്ഷ്യം കേൾക്കാൻ ഒരു ഫിന്നി എന്ന് പറയുന്ന ഒരു സഹോദരൻ പറഞ്ഞ സാക്ഷ്യം അദ്ദേഹം കേൾക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാതാവ് തന്റെ പുസ്തകത്തിനകത്ത് തന്റെ ഒരു ബുക്ക് എഴുതിയതിനു ശേഷം ആ ബുക്കിനകത്ത് എഴുതി വെച്ചു, എന്റെ മകന് സുവിശേഷം സംസാരിക്കണം, എന്റെ മകൻ കർത്താവിന്റെ സാക്ഷിയായി തീരണം. ആ ബുക്കിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ഈ മാതാവ് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം മാതാവ് തന്റെ ഈ മകനോട് പറഞ്ഞു, മകനെ ഞാനൊരു ദർശനം ഞാൻ കണ്ടു, ഞാനൊരു സ്വപ്നം ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, നീ ഇവിടെ ഇരുന്ന് ആ സോഫ അവിടെ വീട്ടിലൊരു അപ്പോൾ ശുശ്രൂഷിക്കുന്നതായ ആ ഒരു സോഫയിൽ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്, നീ ഇവിടെ ഇരുന്ന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നതായിട്ട് നീ പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഉടനെ അന്ന് അത് തിരിച്ച് എനിക്കൊന്ന് 2 വർഷം മുമ്പ് പറ്റുമാണ് പറഞ്ഞത്. എന്നാൽ ആ സമയത്ത് ഒരിക്കലും അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന കാര്യത്തെക്കുറിച്ച്
ചിന്തിച്ചിട്ട് പോലുമില്ല. സുവിശേഷം എനിക്ക് 3 കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. പക്ഷെ എന്നാൽ ആ ദൈവദാസി അവിടെ ഇരുന്ന് പറയുകയാണ്, നീ ഇവിടെ ഇരുന്ന് വചനം ശുശ്രൂഷിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ചിന്തിച്ചു കാണും, അദ്ദേഹം ചിന്തിച്ചിങ്ങനെയാണ്, ഒരുപക്ഷെ ഭവന പ്രാർത്ഥന വല്ല നടത്തുന്നതായ സമയത്ത് ഇവിടെ വരുന്ന വല്ല പറയുന്ന കാര്യമായിരിക്കും നമ്മി കണ്ടതെന്ന്. പക്ഷെ എന്നാൽ നമുക്കറിയാം, അദ്ദേഹം പറയാണ്, കാര്യങ്ങൾ പലതും മാറി മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന് സൂം വഴിയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നോക്കുക, എന്റെ മാതാവ് മരിച്ച നിത്യതയിൽ വിശ്രമിക്കുകയാണ്. പക്ഷെ എന്നാൽ അന്ന് മാതാവ് കണ്ടതായ ദർശനം താൻ ഇതാ ഇപ്പോൾ നിവർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട്, ഇതേ സ്ഥാനത്തിരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കും എന്നുള്ളതായ കാര്യം സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരം തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും എങ്ങനെയായിത്തീരും, ഏത് നിലയിൽ ദൈവം ഉപയോഗിക്കും എന്നറിയത്തില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ് വിതയ്ക്കുന്നത്? ആ വിതയ്ക്കുന്നതിന് എന്തോ ഉണ്ട്. തീർച്ചയായിട്ടും ആ വിതയ്ക്ക് ഒരു മറുപടിയുണ്ട്. സ്തോത്രം. രാത്രികാലങ്ങളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ രാവിലെ 3 മണിക്കും 2 മണി സമയത്തും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ മാതാവ് വിളിച്ചുണർത്തിയതിനു ശേഷം ഉടനെ പറയുന്ന ചോദ്യം ഇതാണ്. ആക്ച്വലി സെന്റ് അഗസ്റ്റിന്റെ കഥ പറഞ്ഞു തരും. അന്ന് കത്തോലിക്കല സെന്റ് അഗസ്റ്റിന്റെ കഥ പറഞ്ഞു തരും. അതല്ലെന്നുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ പലരുടെയും പേരുകളും കഥകളും എല്ലാം പറഞ്ഞു തരും. ദൈവസഭാഗത്തേക്ക് വന്നതിന് ശേഷം, ദൈവസന്നിധിയിൽ വന്നു കഴിയുമ്പോൾ ഇത് തന്നെയാണ് ആക്ച്വലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവെ സ്തോത്രം, എന്റെ കുഞ്ഞുങ്ങള് ദൈവവേല ചെയ്യണം. കർത്താവെ എന്റെ മകൻ ദൈവവേല ചെയ്യണം. കർത്താവിന്റെ സന്നിധിയിലത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് അവർ വിതച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തു? അതിന്റെ കൊയ്ത്തിന്റെ അനുഭവങ്ങൾ എടുക്കാൻ തക്കോണം തുടങ്ങി. നമ്മളും എന്ത് ചെയ്യണം? നമ്മൾ വിതയ്ക്കണം. ഇനി വേറൊരു കാര്യം, വിതയ്ക്കാൻ പോകുമ്പോൾ വേറൊരു പ്രശ്നം നമുക്കെല്ലാം ഉണ്ടാക്കി. നമ്മുടെ സഭയിലും നമുക്കെല്ലാം സഭയുടെ മിക്കയിടത്തും ആരാധനകളില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ മറ്റ് പലരെയും കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സൊക്കെ മടുത്തു പോകാൻ തക്കവണ സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ അതൊന്നും പ്രശ്നമാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ പ്രാർത്ഥനയിൽ വിതച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ സഭയിൽ തന്നെ ഞങ്ങളുടെ വന്നതിന് ശേഷമായിട്ട് ഇവിടെ അടുത്തുള്ളതായ ചില പള്ളികളിലും മറ്റും അവരുടെ ഡയറക്ടറി കിട്ടിയതിനു ശേഷം ആ ഡയറക്ടറിയിൽ നിന്നും പിന്നെ പേരുകൾ എടുത്തതിന് ശേഷം ഉടനെ ആ പേരുകളെല്ലാം ആൾക്കാർക്ക് വീതിച്ചു കൊടുത്തു. എനിക്ക് 135 ഫാമിലീസിന് വേണ്ടി ഞങ്ങൾ ഒരു പള്ളിയിൽ മാത്രം ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആക്ച്വലി അന്നേരം ഓരോരുത്തർക്കും ഓണർഷിപ്പ് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 9 ഫാമിലി വെച്ച് എന്ത് ചെയ്യണം? അവര് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയത്തില്ല ആരാണ് ഇതിനകത്തുള്ളതെന്നും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാണ്? നമ്മൾ നിരന്തരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ 68 കുടുംബങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ദൈവത്തിന്റെ ഇങ്ങനെ എല്ലാ ദിവസവും ദൈവത്തിന്റെ മധ്യസ്ഥ അടിച്ച് പ്രാർത്ഥിക്കും. ദൈവങ്ങളെ ഞാൻ പറയട്ടെ, പ്രത്യേക സമയമായി കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ നമ്മുടെ തൊട്ട് മുമ്പിൽ കർത്താവുന്നുണ്ട്. ഞാൻ പല സന്ദർഭങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവസന്നിധിയിലേക്ക് അവർ കടന്നു വരുന്ന കണ്ടു. നേരത്തെ കർത്താവിനാസം പറഞ്ഞതുപോലെ തന്നെ ഒരു ഹിന്ദു ഫാമിലിയെ കുറിച്ച് പറയുവാൻ കൊണ്ട് ഇടയായി തീർന്നുവല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് വിതയ്ക്കുന്നതനുസരിച്ചാണ് നമ്മൾ സമ്പന്നരായി പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ പരിജ്ഞാനത്തിൽ സമ്പന്നരാണ്. പക്ഷെ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനമുള്ള ഒരു കാര്യമാണ് ഏത് ഭാഗത്താണ് എനിക്ക് കുറവുള്ളത്. ആ കുറവുള്ളതായ കാര്യം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തക്കോണം തുടങ്ങിയാൽ വാരി വിതറി സമ്പന്നമായി വാരി വിതറി കൊടുക്കുന്നവനായ കർത്താവ്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ വനരാജിന്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു ആഗ്രഹം, അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് എന്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. പക്ഷെ അതിനുള്ള കപ്പാസിറ്റി ഇല്ല, അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ അതിനുവേണ്ടി ദൈവദാസനെ ഒരുക്കി, അതിനുവേണ്ടി ഹല്ലേലൂയ വഴികളെ ഒരുക്കി, ഹല്ലേലൂയ അനേക ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുവാൻ തക്കവണ്ണം കർത്താവ് പ്രിയ മകനെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ദിവസങ്ങൾ നമ്മളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കാം. കേൾക്കുന്നതായ വചനങ്ങൾ, അതുപോലെ ദൈവത്തിൽ കഴിക്കുന്നതായ പ്രാർത്ഥനകൾ ഒക്കെ വെറുതെ ആകുകയില്ല. അതൊക്കെ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, വലിയ പ്രതിഫലം കിട്ടുന്നതായ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതായ ബോധ്യത്തോടു കൂടെ ഈ ദിവസങ്ങൾ നിശ്ചിതയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ സമയങ്ങള്, നമ്മുടെ സാഹചര്യങ്ങള്, നമുക്ക് ഉള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. കർത്താവേ, സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ചതായ ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. രാവിലെ മുതൽ വിവിധ നിലകളിൽ അടിയങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന അങ്ങയുടെ വചനങ്ങൾക്കായി സ്തോത്രം.
ദൈവമേ അടിയങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. കർത്താവെ ഞങ്ങൾ സകലത്തിലും കർത്താവെ എല്ലായ്പ്പോഴും കർത്താവെ ഞങ്ങൾ സന്തോഷമുള്ളവരായി തീരുവാൻ തക്കവണ്ണം, കർത്താവെ പൂർണ്ണ തൃപ്തിയുള്ളവരായി മാറുവാൻ തക്കവണ്ണം, സകല സൽപ്രവൃത്തിയിലും പെരുകി വരുവാൻ ദൈവമേ ഞങ്ങളുടെ സകല കൃപയും പെരുക്കുവാൻ തക്കവണ്ണം ശക്തരായിരിക്കാൻ സ്തോത്രം. ദൈവമേ ഏതൊക്കെ മേഖലയിലാണ് കർത്താവെ അടിയങ്ങൾക്ക് കൃപ ആവശ്യമുള്ളത് അങ്ങ് അറിയുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഇത് രാവിലെ അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുന്നതായ അങ്ങയുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇന്ന് പകൽക്കാരെ ശുശ്രൂഷിക്കുന്ന, ലീഡ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന വിവിധ നിലകളിൽ കർത്താവെ സാക്ഷ്യം പറയുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടെ കർത്താവ് ഞങ്ങളുടെ പട്ടണങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ പ്രവൃത്തി അങ്ങ് അയക്കുമാറാകണം കർത്താവ്. കഴിഞ്ഞ കാലങ്ങൾ വിതച്ചതായ സ്തോത്രം, അതിന്റെ വിത്തിന്റെ അനുഭവങ്ങൾ ഈ ദിവസങ്ങൾ അങ്ങ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു മനസ്സോടെ ഞങ്ങളുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, നിലവിളിക്കുവാൻ തക്കവണ്ണം വന്നിരിക്കുന്ന നല്ല സാഹചര്യങ്ങൾക്കായി സ്തോത്രം, ഈ പ്ലാറ്റ്ഫോമിനായി സ്തോത്രം. കടന്നു വരുന്ന എല്ലാ ജനത്തെയും കൃപയിൽ മറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നാമം മഹത്വപ്പെടുമാറാകട്ടെ. കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നു? കേൾക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വചനം നമുക്ക് ദൈവദാസന്മാരിൽ കൂടെ നമുക്ക് കേൾക്കുവാൻ ഇടയായത്. 2 കൊരിന്ത്യർ 9:8 മുതലുള്ള ഭാഗങ്ങളിലാണ് ദാസനിലൂടെ ഉദ്ധരിച്ചത്. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ. അവൻ വാരി വിധ ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന നീതി എന്നേക്ക് നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സ്വതന്ത്രം ഈ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം എന്താണെന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ദരിദ്രന് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുള്ളൂ. വിശപ്പിന്റെ കാഠിന്യം എന്താണ്, അവന്റെ ആവശ്യകത എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഫലകരമായ ഒരു സുവിശേഷ വേല ഭൂമിയുടെ പരത്തിൽ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. കർത്താവദാസൻ ഒരു സംഭവം പറഞ്ഞല്ലോ, ഒരു ബാർബറുടെ കാര്യം പറഞ്ഞല്ലോ. അവര് തന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് കർത്താവിന്റെ വേല ചെയ്യണം, പക്ഷെ ഒന്നും ക്ലിക്ക് ചെയ്യുന്നില്ല സംഗതി. സ്വന്തം അത് മനസ്സിലാക്കിയ കർത്താവിന്റെ ദാസനാണ്, ആ വെളിപ്പാട് കിട്ടിയ കർത്താവിന്റെ ദാസനാണ് പറഞ്ഞത്, നീ ഈ പ്രവൃത്തി വളരെ നിഷ്പ്രയാസമായി നിനക്ക് ചെയ്തെടുക്കാൻ കഴിയും, അനേകായിരം ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഇങ്ങനെയുള്ള ആത്മീയ ദർശനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ആത്മീയമായിട്ടുള്ള ദാരിദ്ര്യം മനസ്സിലാക്കിയിട്ടവർക്ക് മാത്രമേ അവർക്ക് തക്കതായിട്ടുള്ള ഫുഡ് കൊടുത്ത് അവരെ ഒരു മെച്യൂർ ചെയ്യിക്കാനായിട്ട് അന്ന് വളർത്തിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി ഒലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിള വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിത്ത് നമ്മളുടെ കയ്യിൽ തരുമ്പോൾ അത് എവിടെയാണ് വിതയ്ക്കേണ്ടത്, അത് എവിടെയാണ് ധാരാളമായി അത് കൊയ്യുവാൻ തക്കവണ്ണമായി അതിനെ പാകപ്പെടുത്തിയ നിലം ഏതാണ്, അത് എവിടെയാണ്, അതാ മനസ്സിലാക്കേണ്ടത്. ഒരു വിതയ്ക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്ന വസ്തുത അതാണ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നതിന്റെ സ്ഥാനം കർത്താവദാസൻ ഓർപ്പിച്ച വിഷയം സ്വതന്ത്രം ദാരിദ്ര്യം എന്താണെന്നും എവിടെയാണ് വചനം വിതയ്ക്കേണ്ടത് എന്നുമുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാട് ഈ ദിവസങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ഏത് മേഖലകളിലാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥനയെ കുറിച്ച് വളരെ ആഴമായി കർത്താവദാസൻ നമുക്ക് നല്ല ആലോചനകളൊക്കെ മോർണിംഗിലും എല്ലായ്പ്പോഴും നമുക്ക് തരുന്നുണ്ടല്ലോ. സ്തോത്രം. ഞാൻ കർത്താവദാസൻ ജോസഫ് മാറ്റി പറഞ്ഞ എപ്പോഴും എവിടെ പോയാലും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സംഭവം പറയാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചില മാസങ്ങൾക്ക് മുമ്പ് 1-2 മണിക്കൂർ ദൂരെ ഒരു ജയിൽ സന്ദർശിക്കാൻ പോയി. ഞാൻ എവിടെയാണ് സ്ഥലമൊന്നും ലൊക്കേഷനൊന്നും പറയാൻ പോകുന്നില്ല. അവിടെ പോയപ്പോൾ ഞങ്ങൾ പോയ കാര്യം അന്ന് സാധിച്ചില്ല. എന്നിട്ട് ഞാനിങ്ങനെ വണ്ടിയിലിരിക്കുകയാണ്, ഈ കർത്താവദാസൻ പോയി അതിന്റെ ഗേറ്റ് കീപ്പറോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഈ ദേവദാസൻ അവിടെ നിന്ന് പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഓർക്കണമേ, ജയിലാണ്, ജയിൽ കീപ്പറാണ്, ഗാനൊക്കെ കയ്യിലിരിപ്പുണ്ട്. ഈ കർത്താവദാസൻ അവിടെ നിന്ന് കുറച്ചങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ വന്നേച്ചിന്റെ അടുത്ത് പറഞ്ഞു, ആ സ്ത്രീ കണ്ണടച്ച് വളരെ ഭവ്യതയോടെ നിൽക്കുന്ന ഞാൻ കണ്ടു. സ്തോത്രം. നമുക്ക് എന്തിനാ പ്രിയപ്പെട്ടവരെ ഭയപ്പെടുന്നത്? സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മളെ മച്ചുറ് ചെയ്യിക്കാൻ, ഫലകരമായി സുവിശേഷം ചെയ്യിപ്പാൻ എപ്പോഴും വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ആ സംഭവം പറഞ്ഞത് കർത്താവദാസൻ വിരിച്ച് ആ ബാർബറുടെ സംഭവം പറഞ്ഞത് സ്തോത്രം വളരെ അർത്ഥവത്തായ ഒരു വിഷയമാണ്.
എവിടെയാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യനെ സുവിശേഷ വേലയിൽ എത്തിച്ചേയ്പ്പാൻ കഴിയുന്നത് സ്തോത്രം എന്നുള്ളത് ആ ഒരു ആത്മീയ ദർശനം പ്രാപിച്ച ഒരു മനുഷ്യൻ മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം. ഞങ്ങൾ ഓർക്കുന്നു, നിങ്ങളുടെ നാട്ടിലുള്ളപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് പ്രെയർ ഗ്രൂപ്പ് ഞങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ആണുങ്ങളായിട്ട് ഞങ്ങളുള്ളത്. പിന്നെ ഒരു ആരംഭിച്ച ഭവനത്തിലെ വീട്ടിലെ കുടുംബമുണ്ട്. 2 കുഞ്ഞുങ്ങളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളാണ് അവര് സ്കൂളിൽ പഠിക്കുന്ന, പ്രൈമറി സ്കൂളിലും ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളാണ്, ആൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച വിഷയങ്ങളാണ്. ധാരാളം വർക്കുകൾ ഞങ്ങളുടെ ചർച്ച ത്രൂ നടക്കുന്നുണ്ട്. ടോട്ടലി ബിസിയാണ്, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ആത്മീയ ദാഹം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിച്ചത്. ഞങ്ങൾ ദൈവസ്ഥനെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഇതാണ്: കർത്താവ് ദേശം അനുഗ്രഹിക്കപ്പെടണം, ധാർമ്മികമായി അധപ്പതിച്ച് കിടക്കുന്ന ജനങ്ങൾ വിടുവിക്കപ്പെടണം. ഞങ്ങൾ ഇങ്ങനെ ദൈവസ്ഥനെ ചില നാളുകൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. പ്രാർത്ഥിച്ച് ഒരു ദിവസവും ഇത് ക്ലിക്ക് ചെയ്യത്തില്ല. ഞായറാഴ്ച ആണെങ്കിൽ ആരാധന രാവിലെ, വൈകിട്ടാണെങ്കിൽ ചർച്ചിന്റെ പ്രെയർ, ശനിയാഴ്ച മീറ്റിംഗ് ഉണ്ട്, ശനിയാഴ്ച ബുധനാഴ്ച അവിടുത്തെ ചന്ത ദിവസമാണ്, അന്ന് ആളിനെ കിട്ടില്ല. മൺഡേ മോർണിംഗിൽ പിള്ളേർ സ്കൂളിൽ പോകുന്ന ദിവസമാണ്, അന്ന് നടക്കില്ല. വെള്ളിയാഴ്ച അവിടെ ഉപവാസ പ്രാർത്ഥന ഉണ്ട്, ചർച്ചിൻ്റെ. ഇങ്ങനെ ദൈവസേനയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി നമുക്കൊരു ദൈവസേനയിൽ പ്രാർത്ഥിക്കും, ഒരു ദിവസം കർത്താവിന് അനുവദിച്ചു തരണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ട്യൂസ്ഡേ ഒരു കർത്താവിന്റെ ഒരു ആലോചന ഞങ്ങൾ കിട്ടി, ട്യൂസ്ഡേ മോർണിംഗില് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എവറി ട്യൂസ്ഡേയിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ പറയട്ടെ, ആ ദേശത്തിന് മുഖച്ചാലം മാറ്റിയ ഒരു സംഭവമാണത്. ആ പ്രെയർ ഗ്രൂപ്പ് 80s ബിഗിനിങ്ങിൽ തുടങ്ങിയ സംഭവമാണ്. ആ പ്രെയർ ഗ്രൂപ്പ് ഇന്നും നടക്കുന്നുണ്ട്. ആ ദേശത്തിന്റെ മുഖച്ചായം മാറ്റിയ സംഭവമാണ്. ആ പ്രെയർ ഗ്രൂപ്പിൽ കൂടെ അനേക കർത്താവിന്റെ ഭാഗത്ത് വരുവാനും അനേക ഭവനങ്ങളിൽ നിന്ന് സുവിശേഷകർ ഇറങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെയും വന്ന് സുവിശേഷ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അതിൽ കൂടെ വാർത്തെടുക്കുവാൻ കർത്താവ് ഇടയാക്കി. അത്ഭുതകരമായ വിടുതൽ. മദ്യപാനം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമടക്കി ഒരുമിച്ച്. അത് ഒരു സഭയുടെ പ്രാർത്ഥനയല്ല, അത് എല്ലാ വിഭാഗങ്ങളിലുള്ളവരുണ്ട്, ഹിന്ദുക്കളുണ്ട്, മറ്റ് വർഗങ്ങളിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്ന അനേകർക്കത് അതൊരു മാതൃകയായി മാറുകയാണ്. അതിൽ വന്ന 1-2 സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ആ പ്രെയർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കർത്താവദാസൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു. താൻ നോർത്ത് ഇന്ത്യയിൽ വെച്ച് സുവിശേഷം കേട്ട് കർത്താവിന്റെ ഭാഗത്ത് വന്ന ആ കർത്താവദാസൻ തന്റെ ഹൃദയത്തിൽ ആഴമായൊരു നിർണയം ഉണ്ടായിരുന്നു, കർത്താവിന് വേണ്ടി നിൽക്കുക. അതുകൊണ്ട് തന്നെയാണ് താൻ ആ ജോലി, നല്ല എഞ്ചിനീയറായിട്ട് നല്ല ഹൈ പൊസിഷൻ മനുഷ്യനാണ്, താൻ ജോലി വിട്ട് നാട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ തീരുമാനം ഒന്നിതാണ്: കുഞ്ഞുങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ കോളേജിൽ അഡ്മിഷൻ വേണം, എഞ്ചിനീയറിംഗിന് പോകണം. അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കടമ്പിടുത്തം ഇതാണ്: 5 പൈസ കൈക്കൂലി കൊടുത്ത് ഞാൻ അഡ്മിഷൻ വാങ്ങിച്ചത്. എന്റെ കുഞ്ഞുങ്ങൾ ക്ഷണിക്കാൻ പോയാലും ഞാൻ കൈക്കൂലി കൊടുത്തൊരു അഡ്മിഷൻ വാങ്ങിയില്ല. സ്തോത്രം. ഇതാണ് തന്റെ തീരുമാനം. എന്ത് ദൈവസേനയിൽ പ്രാർത്ഥിച്ചുവോ അതുപോലെ ദൈവം തമ്പുരാൻ കേട്ടു. ഹല്ലേലൂയ. അതിലൊരു ഒരു ഡോക്ടറായിട്ട് ബഹ്റിനെല്ലാം മസ്കറ്റിൽ താൻ ജോലി ചെയ്യുകയാണ്. ഒരു പയ്യൻ എഞ്ചിനീയറായിട്ട് ബാംഗ്ലൂർ താൻ ജോലി ചെയ്യുകയാണ്. കുടുംബമായ ഒരു കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരികയാണ്. മസ്കറ്റിലുള്ള ഒരു പയ്യൻ അവിടെ നല്ലൊരു കൂട്ടായ്മ നടത്തുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിന്റെ ഡയറക്ടറായിട്ട് താൻ അവിടെ ജോലി ചെയ്യുകയാണ്. ഞാൻ പറയാൻ വരുന്ന സാരം മറ്റൊരു സംഭവം, താൻ കൈക്കൂലി കൊടുത്ത ഒരു കാര്യം നേടിയെടുക്കില്ല, വാങ്ങിയില്ല എന്ന് പറഞ്ഞതിന് മറ്റൊരു തെളിവ്. സ്തോത്രം. തന്റെ അവർക്ക് കുറച്ച് ഭൂസ്വത്തൊക്കെ ആ ദേശത്തിലുണ്ട്. അപ്പോൾ അതിൽ താൻ റബ്ബർ ഇട്ടിട്ട് റബ്ബർ ബോർഡിൽ നിന്ന് വല്ല അറിയാനൊക്കെ റബ്ബർ ബോർഡിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ റബ്ബർ ബോർഡിൽ നിന്ന് അവർ വന്നു. ഇദ്ദേഹം വണ്ടി അയച്ചു കൊടുത്തു. വണ്ടിയിൽ അവർ വന്നു. അവർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവർ വന്ന് എല്ലാം എഴുതി കണ്ടുപോയി. പോകുന്നതിന് മുമ്പിട്ട് താൻ പറഞ്ഞു, എന്റെ ബ്രദറിന്റെ സ്ഥലമാണ് തൊട്ടടുത്തുള്ളത്, അതുകൂടെ നിങ്ങളൊന്ന് നോക്കിച്ച് പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവര് അതിനെന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതും പോയി. അവർ നോക്കി എല്ലാമൊക്കെ എഴുതി കൊണ്ടുപോയി. പക്ഷെ സബ്സിഡി വന്നപ്പോൾ ചേട്ടന് സബ്സിഡി ഉണ്ട്, ഇദ്ദേഹത്തിന് സബ്സിഡി ഇല്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇദ്ദേഹം ഈ ചേട്ടൻ മറ്റവർ പോയപ്പോൾ ഇച്ചിരി കാശ് അവർക്ക് കൊടുത്തു, ഇദ്ദേഹം കൊടുത്തില്ല. കൊടുക്കാൻ ഇദ്ദേഹം വണ്ടി വിട്ടുകൊടുത്തു, മറ്റെല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഇദ്ദേഹമാണ് ആപ്ലിക്കേഷൻ കൊടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നതിന്റെ സാരം, സ്തോത്രം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ നിന്നല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ ലോകം നോക്കുമ്പോൾ നമ്മളെ കാണുന്നത് എങ്ങനെയാണ്?
എങ്ങനെയാണ് മച്ചുറായിട്ടുള്ള ഒരു സുവിശേഷം ചെയ്യുവാൻ ഇടയാക്കുന്നത്, ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഇടയാക്കുന്നത്. തനിക്ക് സബ്സിഡി കിട്ടിയില്ല എന്ന് വിചാരിച്ച് തനിക്ക് യാതൊരു പരിഭവവുമില്ല. പക്ഷേ കർത്താവിന് മുമ്പാകെ, ലോകത്തിന് മുമ്പാകെ തന്റെ സാക്ഷ്യം നിലനിർത്തുവാൻ കഴിഞ്ഞതുകൊണ്ട് അനേകർക്ക് അത് മാതൃകയായി വരുവാൻ ദേശത്തിൽ ഇടയായി. സ്തോത്രം. ആ പ്രയർ ഗ്രൂപ്പ് ഇന്നും നടക്കുന്നുണ്ട്. കർത്താവിദാസൻ ഈ വർഷത്തിന്റെ ബിഗിനിങ്ങിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി. വളരെ പ്രായമായി താൻ ചേർക്കപ്പെടുവാൻ ഇടയായി. സ്തോത്രം. നമുക്ക് എന്താണ് വിതയ്ക്കുന്നത് അതാണ് നമ്മൾ കൊയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ എവിടെയാണ് വിതയ്ക്കേണ്ടത്, എപ്പോഴാണ് വിതയ്ക്കേണ്ടത്, ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. സ്തോത്രം. ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകളെ മുൻപോട്ട് നിൽക്കുകയാണ്. ഇതുപോലെ പ്രവർത്തിച്ച ഒരു സംഭവം കർത്താവിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയും. സ്തോത്രം. 21-ാം അധ്യായം നമ്മളവിടെ വായിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പത്രോസും പറയുകയാണ്, ഞാനൊരു നാട്ടുഭാഷ പറയണേ, നമ്മളിനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, കർത്താവ് എഴുത്തെഴുന്നേറ്റ് പോയി, നമുക്ക് കുടുംബമുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോകണം, ഞാൻ നിന്റെ പഴയ പണിക്ക് പോവാടേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കൂടെ നിന്ന് സഹോദരന്മാർ പറയണം, നിങ്ങൾ ഇയാൾ പോവാണെങ്കിൽ ഞാനും വരിക. ഇവരെല്ലാവരും കൂടെ ഇറങ്ങി രാവിലെ വള്ളവും വലയൊക്കെ എടുത്ത് അർദ്ധരാത്രിയിലേ ഇറങ്ങി കടലിൽ പോയി ഇങ്ങനെ നിന്നിട്ട് ഇവര് രാത്രി മുഴുവനും ഇങ്ങനെ അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി, അവിടെ വീശി ഇവിടെ വീശി, ഒന്നും കിട്ടിയില്ല. അവിടെ കരയ്ക്ക് വന്ന് നോക്കി അടുക്കാറായപ്പോഴത്തേക്ക് മീൻ മേടിക്കുന്ന ആൾക്കാരെല്ലാം കരയ്ക്ക് ഇവർ മീനും കൊണ്ടുവരുന്ന നോക്കി ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ കരയ്ക്ക് നിന്നുകൊണ്ട് ഒരാൾ വിളിച്ചു പറയും, ഇടേ വല്ലതും ഉണ്ടോടെ എന്ന് കൊണ്ടുപോകാനെക്കൊണ്ടെന്ന്. അപ്പോഴവിടെ കരയ്ക്ക് നോക്കാം. അവര് പറയാം, ഇല്ല ഒന്നും കിട്ടിയിട്ടില്ലെന്ന്, ഇന്ന് യാതൊന്നും ഞങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോഴവിടെ പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ ആ പടകിന്റെ വലതുവശത്തോടെ ഒന്ന് വീശിക്കേ. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് കരയിൽ നിൽക്കുന്ന കർത്താവാണ് എന്നുള്ളത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അവർക്ക് ആവശ്യം പോലെ മീൻ കിട്ടി. കരയ്ക്ക് വന്നപ്പോൾ ഇവർ കണ്ട കാഴ്ച എന്താണ്? ഇവർ എന്തിനു വേണ്ടി ഭൗതികമായി അധ്വാനിച്ചുവോ അത് തൃപ്തിപ്പെടുത്തുന്ന അവസ്ഥ അവർക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കും മതിയായവനായിട്ടുള്ള ഒരു ദൈവത്തെയാണ് അവർ പിൻപറ്റിയത് എന്നുള്ളത് ഒരു നിമിഷത്തേക്ക് ഒരു മറന്നു പോയത് കൊണ്ടാണ്, സ്തോത്രം, അവരവരുടെ പഴയ പണിക്ക് പോകുവാനിടയായത്. ഫലകരമായി സുവിശേഷ വേല ചെയ്യിപ്പാൻ എക്വിപ്പ് ചെയ്തെടുക്കുന്ന ഒരു നേതാവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത്. അപ്പോൾ തുടർന്ന് നമ്മൾ ആ ഭാഗത്ത് വായിക്കുമ്പോൾ പത്രോസിനോട് ചോദിക്കുകയാണ്. പത്രോസിന്റെ അടുത്ത് പല പ്രാവശ്യം കർത്താവ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്, സ്തോത്രം. അപ്പോഴൊന്നും ഇദ്ദേഹം തന്നെ ഉള്ളിലോട്ട് ഇത് കയറാതിരുന്നപ്പോൾ അത് പിടിക്കേണ്ട സ്ഥാനത്ത് വെച്ച് കർത്താവ് പിടിപ്പിച്ചിട്ട് പത്രോസിനെ എക്വിപ്പ് ചെയ്ത് യാതൊരു വിധത്തിലും ഇനി താൻ പുറകോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ സുവിശേഷത്തിൽ ഉറപ്പിച്ച് തന്റെ ജീവിതം കർത്താവിന്റെ നാമം മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ തക്ക വിധമായി 2-3 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആത്മാവിനെ നിറച്ച് തന്നെ അയക്കുന്ന സംഭവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഞാൻ വായിച്ച ആ ഭാഗത്തേക്ക് തന്നെ മടങ്ങി വരട്ടെ പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ ദാസങ്ങൾ പറഞ്ഞല്ലോ, ലോക ചരിത്രത്തിൽ, സ്തോത്രം, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഹല്ലേലൂയ ധനികനായ ഒരു മനുഷ്യൻ, ഹല്ലേലൂയ ലോകത്തിന് വേണ്ടി ദരിദ്രനായി തീർന്ന ഒരു സംഭവം തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ധനികനായ ഒരു മനുഷ്യൻ ലോകത്തിന് വേണ്ടി ദരിദ്രനായി തീർന്ന ഒരു സംഭവം. അത് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. നമ്മുടെ സമ്പന്നനായ ദൈവം നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കാതിരിക്കാൻ നമുക്ക് വേണ്ടി താൻ സ്വയവേ ദരിദ്രനായി തീർന്നു. സ്തോത്രം. ഈ ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയതാണ്. സ്തോത്രം. ഈ കർത്താവാണ് നമ്മളെ കമ്മീഷൻ തന്ന് നമ്മളെ അയച്ചിരിക്കുന്നത്. ഞങ്ങള് ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, അവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇത്രയും പ്രായമായ മനുഷ്യൻ എങ്ങനെയാണ് ഇനിയും ബൈബിൾ സ്കൂളിലേക്ക് പോയി പഠിക്കുന്നത്? അപ്പോൾ അവിടെ ടീച്ചേഴ്സൊക്കെ പ്രായം കുറഞ്ഞവരാണ്, ചില ടീച്ചേഴ്സ് പ്രായം കൂടിയവരുമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു അപ്പനും മോനും പഠിക്കാനിരിക്കുന്നു ഒരു ക്ലാസ്സിൽ തന്നെ.
അപ്പോൾ എനിക്ക് ധൈര്യമായി, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുത്തിയിരുന്നാൽ മതിയല്ലോ. സ്തോത്രം. അങ്ങനെ കഷ്ടിച്ച് ഒരു വിധത്തിലൊക്കെ ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി പോന്നു. സ്തോത്രം. ഞാൻ പറയാൻ വരുന്നൊരു സാരം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രായം ഒരു വ്യത്യാസം, ഒരു പരിധിയല്ല. എപ്പോഴും നമ്മൾ റെഡിയാണോ കർത്താവ് നമ്മളെ നടത്തുവാൻ മതിയായവനാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി വിജയകരമായി തികച്ച് മുൻപോട്ട് പോകാൻ, നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കർത്താവിനെ പിൻപറ്റുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കിയെടുക്കപ്പെടട്ടെ. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന, ആത്മാർത്ഥയോടെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ഭവനങ്ങളെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം. ആരാണെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ ലോകത്തിന്റെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രാത്രിയാമങ്ങളിലെല്ലാം ഓരോരുത്തരും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, വിഷയങ്ങളൊക്കെ പറഞ്ഞ് ആരൊക്കെയാണെന്ന് അവർ ആയുസ്സിൽ കണ്ടിട്ടില്ല ഉള്ളവരെല്ലാം മിക്കവാറും എല്ലാവരും, സ്തോത്രം, ആരെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ, ഞരക്കങ്ങൾ എടുത്തു വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നിശ്ചയമായും കർത്താവ് വിഷയങ്ങളിൽ നമുക്ക് ഉത്തരം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പ്രാർത്ഥിപ്പാൻ, എൻ്റെ മകന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ. ഒരു ഗുഡ് ന്യൂസ് പറയട്ടെ. സ്തോത്രം. അവൻ എവിടെ ആ ദൈവസന്നിധിയിൽ അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ചു, അവിടുന്ന് ഒരു പോസിറ്റീവ് ആൻസർ അവന് ലഭിക്കാനിടയായി. സ്തോത്രം. അതൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ ഇളയ മകന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച അവൻ വന്ന് തന്നെ ഇനി നിങ്ങളുടെ ആ സാക്ഷ്യത്തെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ പറയുവാൻ ഞാൻ അവസരം ഉണ്ടാക്കാം. കർത്താവ് തങ്ങളെ നടത്തട്ടെ. നമ്മുടെ പ്രാർത്ഥന ഒന്നും ഒരിക്കലും അസ്ഥാനത്തില്ല, അത് വൃഥാവാകുകയുമില്ല. നിശ്ചയമായി നമ്മളെ നടത്തുവാൻ പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മുടെ കണ്ണുനീരിന് മറികടന്ന് പോകുന്ന ഒരു ദൈവം, സ്തോത്രം, നമ്മുടെ യാചനയ്ക്ക് മറികടന്ന് പോകുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. അവൻ നമ്മൾ നിമിത്തമാണ് അവൻ ദരിദ്രനായി തീർന്നത്. കർത്താവ് നമുക്ക് ദരിദ്രനായി തീർന്ന യാതൊരു കാര്യങ്ങളുമില്ല. സ്തോത്രം. ലോകത്തിലെ സകല മാനവും മഹത്വവും പുകഴ്ചയും സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയ ഒരുവൻ എന്തിനു വേണ്ടി ദരിദ്രനായി തീർന്നു? നമ്മൾ ലോകത്തിൽ അനാഥരായി പോകാതിരിപ്പാൻ, നമ്മൾ ഭവനമില്ലാത്തവരായി പോകാതിരിപ്പാൻ, നമ്മൾ മാതാപിതാക്കളില്ലാത്തവരായി പോകാതിരിപ്പാൻ, സ്തോത്രം, നമ്മൾ വേണ്ടി അലഞ്ഞു നടക്കാതിരിപ്പാൻ, നമുക്ക് വേണ്ടി കൈപ്പണിയല്ലാത്തൊരു ഭവനമൊരുക്കി, സ്തോത്രം, അതിലേക്ക് സൗജന്യമായി കൊണ്ടുപോകുവാൻ വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ, സ്തോത്രം, അവിടെ എത്തുമ്പോൾ നമ്മുടെ പ്രവൃത്തി തികച്ച് കടന്നു പോകാനുള്ള പ്രാപ്തി കർത്താവ് നമുക്ക് തരുമാറാകട്ടെ. ആഴമായ വചനത്തിന്റെ മർമ്മങ്ങളെ തുറന്നിരുന്ന കർത്താവിന്റെ ദാസന്മാരെ ദൈവത്തിന്റെ കൃപയിൽ നിലനിൽപ്പാൻ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. നീ വളരെ അഭിമാനമുണ്ട് ആ കർത്താവിന്റെ ദാസന്മാരെയൊക്കെ ഓർത്ത്, വചനം ശുശ്രൂഷിക്കുന്നവരൊക്കെ ഓർത്ത്. സ്തോത്രം. എന്തുകൊണ്ട് ഈ ഭാഗത്ത് വരുവാനിടയായി? നമ്മൾ ആഗ്രഹിച്ചിട്ടും ഹല്ലേലൂയ, സ്തോത്രം, ഇങ്ങനെ ഈ ഭാഗത്ത് വരുവാൻ, സ്തോത്രം, യാതൊരു ആഗ്രഹമില്ലാതിരുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഓർക്കുന്നു, ഞങ്ങളെ നാട്ടിൽ ഞങ്ങളുടെ ചർച്ചിലുള്ളപ്പോൾ യൂത്ത് ലീഗ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. സ്തോത്രം. അത് എന്നിട്ട് സെക്രട്ടറി ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യൂത്ത് ലീഗിൽ ഒരിക്കൽ യൂത്ത് സൺഡേയിൽ പ്രസംഗിക്കാനൊക്കെ കൊണ്ട് ഒരു അവസരം ചീട്ട് നമ്മുടെ മണ്ടയ്ക്ക് വീണു. ഈ ഒരു ചർച്ചാണ്. അതിന്റെ മണ്ണിൽ സ്റ്റേജിങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് കാലൊരുമാതിരി ഈയൽ വിറയ്ക്കുന്ന വിറയ്ക്കാണ്. ഞാൻ അവിടെ ഒന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ദയവായി നിങ്ങളെന്നെ ഉപദേശിയെന്ന് വിളിക്കില്ലേ എന്ന്. ദയവായി നിങ്ങളെന്നെ ഉപദേശിയെന്ന് വിളിക്കല്ലേ. സ്തോത്രം. സ്തോത്രം. അവിടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു വന്നു. സ്തോത്രം. അതിനെ ഉള്ളിലുള്ള താല്പര്യം കർത്താവ് ഓർത്തു എന്നുള്ളതാണ്. സ്തോത്രം. സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കാത്ത ഇടങ്ങളിൽ കൂടെ കർത്താവ് നമ്മളെ കടത്തിവിടുമ്പോൾ നമ്മളെ കുറിച്ചുള്ള വ്യക്തമായ ദൈവത്തിന്റെ പ്ലാൻ ദൈവം തമ്പുരാൻ രൂപരേഖ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ദൈവമക്കൾക്കോ മറ്റുള്ളവർക്കോ ലഭിക്കാതെ പോകുന്ന എന്തെന്ന് വെച്ചാൽ കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെയും കർത്താവിന്റെ സന്നിധി നിലനിൽക്കാതെയും പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സ്വമേധയാ തട്ടി അകറ്റുന്നത് കൊണ്ട് ദൈവിക നന്മകൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കർത്താവിനെ പിൻപറ്റുവാൻ, അവൻ നമുക്ക് വാരി വിതറി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമ്മുടെ നാവിന്മേൽ തരും, നമ്മുടെ കരങ്ങളിൽ തരും, നമ്മുടെ സ്വാധീനങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ നന്മകൾ ഉപയോഗിച്ച് അനേകരെ നീതിയിലേക്ക് നടത്തുവാൻ കർത്താവ് നടത്തും. അവൻ നമ്മുടെ കയ്യിൽ തക്കയെടുത്ത് വിതയ്ക്കാനുള്ള വിത്ത് നമുക്ക് തരും. അത് പൊലിപ്പിച്ച് വർദ്ധിപ്പിച്ച് നമുക്ക് ധാരാളമായി കർത്താവ് തരും. വചനം പങ്കിട്ട കർത്താവിന്റെ ദാസനെ കുടുംബമായി ദൈവകൃപയിൽ നിലനിർത്തട്ടെ. ആത്മാവിൽ തന്നെ ധൈര്യപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ.
താൻ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകൾ, താൻ എഴുതുന്ന ഓരോ എഴുത്തുകൾ, അല്ലെങ്കിൽ താൻ കയറിപ്പോകുന്ന ഓരോ ഇടങ്ങൾ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ കുഞ്ഞുങ്ങൾ, ആ പ്രിയപ്പെട്ടവർ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് അല്ലെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി തികച്ച് ജയകരമായി കടന്നു പോകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. തുടർന്ന് ഞാൻ വരുന്ന സകല പ്രിയപ്പെട്ടവരെയും കർത്താവ് ധൈര്യപ്പെടുത്തട്ടെ. ഞാൻ ഈ പറയുന്ന വാക്കുകളൊന്നും ഒരു എന്റെ അന്തരാത്മാവിൽ തട്ടിയുള്ള വാക്കുകളാണ് ഞാൻ ദൈവസന്നിധി നിങ്ങളോട് പറയുന്നത്. ഞാൻ ദൈവസന്നിധിയിൽ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ അന്തരാത്മാവിൽ തട്ടിയിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു പൊളിവാക്ക് നമ്മുടെ വായിൽ നിന്ന് വീഴാതിരിപ്പാൻ, വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുവാൻ തക്ക വിധമായി നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന ഒരു കർത്താവിനെ പിൻപറ്റുവാൻ നമ്മുടെ ആയുസ് നമ്മൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യട്ടെ. സ്വർഗീയ പിതാവേ, നൽകപ്പെട്ട നല്ല അവസരങ്ങൾക്കായി അടിയങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തന്റെ ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഭൂമിയിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലല്ലോ. വിശ്വാസത്താൽ ഞങ്ങൾ കാണുകയാണ്, ഞങ്ങൾക്കൊരു നിത്യത ഞങ്ങൾക്ക് എന്നുള്ള വിശ്വാസത്താൽ ഞങ്ങൾ കാണുകയാണ്. അതിനുള്ള തത്രപ്പാടിൽ അവിടെ എത്തുവാനുള്ള തത്രപ്പാട്, ഞങ്ങളുടെ യാത്ര ഞങ്ങൾ മുമ്പോട്ട് തുടരുന്നു. പലപ്പോഴും ഗതി മാറിപ്പോകുന്നു എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു പോകുന്നു. എന്നാൽ യോഗ്യമായ നിലയിൽ, യോഗ്യമായ ഇടത്തിൽ, യോഗ്യമായ സ്ഥാനങ്ങളിൽ സ്തോത്രം ഞങ്ങളെ നടത്തുവാനും നിർത്തുവാനും അങ്ങ് മതിയായവനാകുന്നതുകൊണ്ട് അടിയങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അവൻ വാരി വിധി ദരിദ്രന്മാർക്ക് കൊടുക്കുവാൻ തക്ക വിധമായി തന്റെ ഭക്തന്മാരുടെ നാവിന്മേൽ, അവരുടെ കരങ്ങളിൽ, അവരുടെ ജീവിതങ്ങളിൽ, അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ കുഞ്ഞുങ്ങളിൽ അവിടുന്ന് പകർന്നിരിക്കുന്ന ദൈവകൃപയ്ക്കും ദൈവിക സ്നേഹത്തിനുമായി അടിയങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്തോത്രം ദരിദ്രനായി തീർന്ന വസ്തുത അടിയങ്ങൾ അറിയുന്നു. എല്ലാ വിധത്തിലും ഞങ്ങളെ ഉയർത്തുവാൻ ഞങ്ങൾക്കായി തന്നെത്താൻ ഒഴിക്കപ്പെട്ട കർത്താവിന്റെ സന്നിധിയിൽ അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ദാനങ്ങളെ, ഞങ്ങളുടെ സകല കാര്യങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ പോകുന്നിടം അനുഗ്രഹിക്കപ്പെടണമേ, ഞങ്ങൾ പാർക്കുന്നിടം അനുഗ്രഹിക്കപ്പെടണമേ, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടണമേ. അവിടുത്തെ ശുശ്രൂഷകൾ മഹത്വപ്പെടുവാൻ തക്കവിധമായി ദൈവത്തിന്റെ കൃപ ഇറങ്ങുമാറാകണമേ. കർത്താവെ, രാത്രിയാമങ്ങളൊക്കെ ഇന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഹല്ലേലൂയ ആരാധന ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സകല പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി ഉപയോഗപ്പെടുത്തണമേ എന്നെ അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ചോദിച്ചാൽ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു ചോദിച്ചാൽ, ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, കർത്താവെ അടിയങ്ങൾക്ക് എന്താ ഉത്തരം പറയുവാൻ കഴിയും? കർത്താവെ, ഞങ്ങൾക്ക് പറയുവാനുള്ള ഉത്തരവേ ഉള്ളൂ. കർത്താവെ, നീ സകലതും അറിയുന്നു. എന്റെ ബലഹീനത എവിടുന്ന് അറിയുന്നു, എന്റെ കുറവ് എവിടുന്ന് അറിയുന്നു, എന്റെ ഇല്ലായ്മ നീ എവിടുന്ന് അറിയുന്നു, എനിക്ക് എന്തുമാത്രം പ്രാപ്തി ഉണ്ടെന്ന് നീ അറിയുന്നു. എന്നാൽ ഈ വിശ്വാസത്തോടെ പോക എന്ന് അയക്കുന്ന ഒരു വാക്ക് കേൾക്കുവാൻ അടിയങ്ങളുടെ കാതുകൾ എപ്പോഴും തിരുവൻപാകെ തുറന്നിരിപ്പാൻ കൃപ ചെയ്യണമേ. അതനുസരിച്ച് ഞങ്ങളുടെ യാത്ര തുടരുവാൻ കൃപ ചെയ്യണമേ. വചനം പങ്കിട്ട പ്രിയപ്പെട്ടവരായി സ്തോത്രം കുടുംബമായി ദൈവത്തിൽ നിലനിർത്തണമേ. തുടർന്ന് വരുന്ന പ്രിയപ്പെട്ടവരെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് മുൻപോട്ട് നീക്കുവാനുള്ള പ്രാപ്തി അവർക്ക് കൊടുക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. പടചേർത്തവനെ പ്രസാദിക്കുവാനുള്ള ജ്ഞാനം നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. അപേക്ഷകൃതനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.